ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ്. ഈ മീൻ കറി നമ്മൾ മീൻ വറുത്തിട്ട് വെക്കുന്നൊരു കറിയാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. എൻ്റെ അമ്മച്ചിയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. അമ്മച്ചി വളരെ നന്നായിട്ട് വെക്കുന്നൊരു കറിയാണ്. അമ്മച്ചി ഇത് മാത്രമല്ല, എല്ലാം വളരെ ടേസ്റ്റിയിൽ ഉണ്ടാക്കുന്ന ആളായിരുന്നു. പക്ഷെ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, ഒരു വർഷമായി മരിച്ചിട്ട്. അപ്പം ഈ കറി വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. നമുക്ക് ഇപ്പോൾ ചാള ആയില്ല, അതുപോലെ ചെറിയ മീൻ വെച്ചും വലിയ മീൻ വെച്ചും ഒക്കെ ഏത് മീൻ വെച്ച് ചെയ്താലും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് ഈ മീൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. മീൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ തിരുത മീനാണ്. അത് ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ചതിന് ശേഷം കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചതാണിത്. എൻ്റെ ഉള്ളിലേക്ക് മസാല എല്ലാം പിടിച്ചു കിട്ടാനായിട്ട് നമ്മൾ കത്തികൊണ്ട് മീനിൻ്റെ നടുവിൽ ഇതുപോലെ സ്ലിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീൻ വറുത്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. ഇനി മീനിൽ വറുക്കാനുള്ള മസാല ഉണ്ടാക്കാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മസാലയിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി മിക്സ് ചെയ്തെടുത്ത മസാല മീനിൻ്റെ എല്ലാ സൈഡിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. കത്തി കൊണ്ട് സ്ലിറ്റ് ഇട്ട് കൊടുത്തിരിക്കുന്ന ഭാഗത്തും എല്ലാം നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം. മസാല പുരട്ടിയെടുത്ത മീൻ നമുക്ക് കുറച്ച് സമയം മാറ്റി വെക്കാം. മീനിൽ ഇപ്പോൾ മസാല പുരട്ടി വെച്ചിട്ട് അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. വറുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ച് വറുത്തെടുത്തിട്ട് ബാക്കിയുള്ള വെളിച്ചെണ്ണ വേണമെങ്കിൽ നമുക്ക് കറി ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിക്കാം. ഇപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഓരോ കഷ്ണങ്ങളായിട്ട് പെറുക്കിയിട്ട് കൊടുക്കാം. മീൻ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ മീൻ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ മീനിൻ്റെ ഒരു സൈഡ് മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ മീനിൻ്റെ 2 സൈഡ് മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. മീൻ കൂടുതൽ മൊരിഞ്ഞ് ഹാർഡായി പോകരുത്, എന്നാൽ പുറമൊക്കെ നന്നായിട്ട് ക്രിസ്പിയായിട്ട് വരികയും ചെയ്യണം. ഇനി റെഡിയായ മീൻ നമുക്കൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ബാക്കിയുള്ള മീനും നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. കറിക്ക് ആവശ്യമുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ആണിത്. 2 വലിയ സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്, 2 പച്ചമുളക് നീളത്തിൽ കീറിയത്, കുറച്ച് കറിവേപ്പില. ഇനി വേണ്ടത് ഒരു 12 അല്ലി വെളുത്തുള്ളി, ഈ സൈസിലുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കണം, അല്ലെങ്കിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി. 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി. കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു മൺചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് മൂപ്പിക്കണം. കറിവേപ്പില മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സവാള ഒന്ന് പെട്ടെന്ന് വഴന്നു വരാൻ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ സവാളെല്ലാം മൂത്ത് ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റി കൊടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി സവാളയൊക്കെ ഒന്ന് നല്ല സോഫ്റ്റായിട്ട് വരണം. സവാള എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം, എന്നാൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. സവാള വഴറ്റുന്ന സമയത്ത് നമ്മൾ മീൻ വറുത്തപ്പോൾ ബാക്കി വന്ന എണ്ണ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാളയിലൊന്ന് സോഫ്റ്റായി ചെറിയൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. പൊടികൾ ചേർക്കുന്ന സമയത്ത് സ്റ്റവ് ലോ ഫ്ലെയിമിലേക്ക് വെക്കണം. അതിനുശേഷം മുളക് പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കഴിഞ്ഞ് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പൊടികളുടെ പച്ചമണം മാറി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികൾ ചേർത്ത് കഴിയുമ്പോൾ മസാല കൂടുതൽ ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മസാലയിലെ വെളിച്ചെണ്ണ കിടന്ന് മൊരിയുമ്പോഴത്തേക്കും കറിക്കൊരു നല്ല ടേസ്റ്റ് ആയിരിക്കും.
വീണ്ടും ഇതൊരു 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ മസാലയുടെ പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കഴിഞ്ഞ് 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ബാക്കിയുള്ള വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം നിങ്ങളുടെ ഗ്രേവിയുടെ പാകത്തിനനുസരിച്ച് ഒഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കറിയിലേക്ക് പുളിക്കായിട്ട് നമ്മൾ ചേർക്കുന്നത് വിനാഗിരിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വലിയ സ്പൂണിന് 2 സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വിനാഗിരി എല്ലാം നിങ്ങളുടെ പുളിയുടെ പാകത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. വിനാഗിരി ചേർത്ത് കഴിഞ്ഞ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഗ്രേവി ഒരു 3-4 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ പെറുക്കിയിട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം ചട്ടി ഇതുപോലെ കയ്യിലിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടൊന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യണം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പും പുളിയെല്ലാം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ചട്ടി ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യണം. ഇത് കൂടുതൽ സമയം നമ്മൾ മൂടി വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി മീനൊക്കെ കുക്കായതുകൊണ്ട് കുറച്ച് സമയം കുക്ക് ചെയ്താൽ മതി. ഏകദേശം ഒരു 8 തൊട്ട് 10 മിനിറ്റ് വരെ നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്താൽ മതിയാകും. ഇനി നമുക്ക് മൂടി ഒന്ന് മാറ്റി നോക്കാം. മൂടി മാറ്റിയതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഗ്രേവി കുറച്ച് സമയം കൂടി തിക്കായി വരാനുണ്ട്. അപ്പോൾ കുറച്ച് സമയം കൂടി നമുക്ക് കുക്ക് ചെയ്യണം. ഇപ്പോൾ കറിയിലെ ഗ്രേവി എല്ലാം ഒന്ന് കുറുകി എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ രുചികരമായ മീൻ വറുത്ത കറി റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം കറി ഒരു 10 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് കറി ചൂടോടെ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഈ കറി നമുക്ക് 2-3 ദിവസം കേടാതെ പുറത്ത് സൂക്ഷിക്കാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാം. വീണ്ടും ഇതുപോലുള്ള നല്ല യമ്മിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.